കറക്റ്റ് നനക്കണം എന്നാലേ കാര്യം അല്ലേ? മഴ പെയ്താ പോവും. തകർന്നു കിടന്ന ചങ്ങനാളം ടൗണിലെ റോഡിൽ അപകടങ്ങൾ വർദ്ധിച്ചതോടെ അടിയന്തര നടപടികളുമായി ആലങ്കോട് ഗ്രാമപഞ്ചായത്ത്. ബസ് സ്റ്റാൻഡിലെയും പരിസര പ്രദേശങ്ങളിലും വലിയ കുഴികൾ, ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ അപകടമായ രീതിയിലുള്ള കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. നാട്ടുകാർക്ക് വാഹനങ്ങളെ മുന്നോട്ട് പോകുമ്പോൾ വലിയ അപകടത്തിലേക്ക് പകരുന്ന സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈ അപകടമായ രീതിയിലുള്ള കുഴികളൊക്കെ അടക്കുകയാണ്. അനുബന്ധമായി ഈ പഞ്ചായത്തിനകത്ത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഏതാണ്ട് ഈ പഞ്ചായത്ത് കട്ട വിരിച്ച് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ വാഹനങ്ങൾ ഗതാഗത സൗകര്യം പൂർണ്ണമായും ഉണ്ടാകുന്ന തരത്തിൽ ഏതാണ്ട് 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ TSഉം ASഉം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വർക്ക് അതിൻ്റെ വഴിക്ക് നടക്കും. അതിനു മുമ്പ് ഇത്തരം ഗർത്തങ്ങൾ അടച്ചുകൊണ്ട് ജനങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മദർ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്ന ആ മേഖലയിലും ഇതുപോലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് അടച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ KVC ആ റോഡിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് എല്ലാ ഫണ്ട് PWD ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ വർക്ക് ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും PWD ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടുകൊണ്ട് അത് നാളെ മറ്റന്നാളെ ആ വർക്ക് ചെയ്തു തീർക്കാമെന്ന് ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. നരണിപ്പുഴ റോഡിലും ബസ് സ്റ്റാൻഡിലും എടപ്പാൾ റോഡിലും റോഡ് തകർന്ന് രൂപപ്പെട്ട കുഴികളാണ് വ്യാഴാഴ്ച രാത്രിയോടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി അടച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈറുദ്ദീൻ പറമ്പ്, 18ാം വാർഡ് മെമ്പർ സിന്ധു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺക്രീറ്റ് ചെയ്ത കുഴി അടച്ചത്. നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്ത് രൂപപ്പെട്ട കുഴി നമ്മൾ ഇലക്ഷന്റെ മുന്നേ നമ്മൾ താൽക്കാലികമായിട്ട് ഒരു കുറച്ച് കോരി വെച്ചിട്ടിട്ട് നമ്മൾ അടച്ചു. അതുകൂടാതെ തന്നെ ഇപ്പൊ നമ്മളിത് വളരെ അപകടകരമായിട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് പലരും വിളിച്ചു പറയുന്നതും നമുക്ക് നേരിട്ട് അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇന്ന് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിന്റെ പെറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ട് താൽക്കാലികം നമ്മൾ ക്ലിയർ ചെയ്യാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ ഏകദേശം 40 ലക്ഷം രൂപയോളം നമ്മുടെ ഈ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു സാങ്കേതിക കുറച്ച് തടസ്സങ്ങളുണ്ട്. അത് നീക്കി കഴിഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡ് നമ്മൾ കറക്റ്റ് നല്ല ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റു റോഡുകൾ അതും ഈ വർഷക്കാലം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഞ്ചായത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും നമ്മൾ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് കറക്റ്റ് നല്ല സഞ്ചാരയോഗ്യമാക്കാൻ തന്നെയാണ് പഞ്ചായത്തിന്റെ എല്ലാ വക ബോർഡ് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. നമുക്ക് പാർട്ടിപരമായിട്ടായാലും നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് പഞ്ചായത്തിലെ റോഡിനെയും അതുപോലെ തന്നെ വെളിച്ചത്തിന്റെയും കാര്യത്തിനാണ് മുൻഗണന. നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് മുൻഗണന നമ്മൾ കൊടുക്കുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തിയെന്നും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണം ഉടനെ ആരംഭിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. ടൗണിൽ എടപ്പാൾ, തൃശൂർ റോഡുകൾ പൊതുമരാമത്ത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ടാറിംഗ് നടത്തുമെന്നും ഇവർ പറഞ്ഞു. CNTV ചങ്ങരംകുളം.